സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റ് തന്നെയാണ്. LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 40 ചോദ്യങ്ങൾ. അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ എഴുതുന്നവർക്കും മോക്ക് ടെസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ വിവിധ പ്ലേലിസ്റ്റുകളിൽ അനേകം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിശീലിക്കുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2021 ലഭിച്ചതാർക്ക്? ഓപ്ഷൻ എ അനീഷ് PBക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2021 ലഭിച്ചത് അനീഷ് PBക്ക്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഗ്രൂപ്പ് ഫാമിങ്ങിനുള്ള നെൽക്കതിർ അവാർഡ് 2021 ലഭിച്ച പാടശേഖര സമിതി ഏത്? ഓപ്ഷൻ ഡി നീലംപേരൂർ 24,000 പാടശേഖര സമിതിയാണ്. ആലപ്പുഴ നീലംപേരൂർ 24,000 പാടശേഖര സമിതിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഗ്രൂപ്പ് ഫാമിങ്ങിനുള്ള നെൽക്കതിർ അവാർഡ് 2021 ലഭിച്ചത്. ആലപ്പുഴ നീലംപേരൂർ 24,000 പാടശേഖര സമിതിക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് 2021 ലഭിച്ചതാർക്ക്? ഓപ്ഷൻ സി സ്വപ്ന സിബിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് 2021 ലഭിച്ചത് സ്വപ്ന സിബിക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് 2020 സെക്കൻഡ് എഡിഷനാണ്. മേജർ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനം? ഓപ്ഷൻ ഡി കർണാടകയാണ്. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് 2020 സെക്കൻഡ് എഡിഷൻ മേജർ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയത് കർണാടകയാണ്. ഇനി രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ഇനി കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 5ാമതാണ്. ഇന്നവേഷൻ ഇൻഡെക്സ് 2020 കേരളത്തിൻ്റെ സ്ഥാനം 5ാമത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് 2020 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ഏത് കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ ബി ഡൽഹിയാണ്. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് 2020 ഒന്നാമതെത്തിയത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹി. ഇനി അതുപോലെ മലയോര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഹിമാചൽ പ്രദേശാണ്. മലയോര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചായിരുന്നു നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സ് പുറത്തിറക്കിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2021 അർഹനായതാര്? ഓപ്ഷൻ ഡി വൈരമുത്തുവാണ്. തമിഴ്നാട്ടുകാരനായ വൈരമുത്തുവാണ് ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2021 അർഹനായത് വൈരമുത്തു. അപ്പോൾ മീറ്റു വിവാദത്തെ തുടർന്ന് അദ്ദേഹം അവാർഡ് നിരസിച്ചു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് കരാർ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നത് എത്ര വർഷത്തേക്ക്? ഓപ്ഷൻ സി 50 വർഷത്തേക്കാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് കരാർ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നത് 50 വർഷത്തേക്ക്. അപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് കരാർ ലഭിച്ച കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ വിജയ് പി ഭട്കർ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ഡോക്ടർ വിജയ് പി ഭട്കർ.
ഇനി അതുപോലെ സബീർ ഭാട്ടിയ ആരാണെന്ന് നമുക്കറിയാം. ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകനാണ് സബീർ ഭാട്ടിയ, അല്ലെങ്കിൽ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ഇന്ത്യക്കാരനായ സബീർ ഭാട്ടിയ. ഇനി അതുപോലെ ആരിഫ് അസീം ആരാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളിയാണ് ആരിഫ് അസീം. അതുപോലെ പവൻ ഡുഗ്ഗൽ ആരാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വക്കീലാണ് പവൻ ഡുഗ്ഗൽ, ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വക്കീൽ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഓപ്ഷൻ ബി ബിങ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ സെർച്ച് എഞ്ചിൻ ബിങ് മാത്രമാണ്, ബാക്കിയെല്ലാം ബ്രൗസറുകളാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ സി PAN പാൻ ആണ്. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് പാൻ. അപ്പോൾ ഈ നെറ്റ്വർക്കുകളിൽ ഏറ്റവും ചെറിയ നെറ്റ്വർക്കാണ് PAN പാൻ. പാനിൻ്റെ ഫുൾ ഫോം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നതാണ്. ഇനി അതുപോലെ നമുക്കറിയാം ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ്? WAN ആണ്. WAN WAN ആണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് WAN. ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ഗൗതമൻ എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ കുരിശ്ശേരി ഗോപാലപിള്ളയാണ്. കേരള ഗൗതമൻ എന്നറിയപ്പെട്ടത് ആരാണ്? കുരിശ്ശേരി ഗോപാലപിള്ള. ഇനി അതുപോലെ സമുദായോത്തേജകൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സി കൃഷ്ണപിള്ളയാണ്. സമുദായോത്തേജകൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സി കൃഷ്ണപിള്ള. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം ശ്രീനാരായണ ഗുരു ജനിച്ചതെന്നാണ് 1856 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായതുകൊണ്ട് തീർച്ചയായിട്ടും ജനിച്ച വർഷം ഓർത്തിരിക്കണം. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി, വീട്ടുപേര് വയൽവാരം വീട്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹനുമാന്റെ രൂപം തറയിൽ കൊത്തിയിരിക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്രിസ്ത്യൻ പള്ളി ഏത്? ഓപ്ഷൻ ബി പഴയ സുറിയാനി പള്ളിയാണ്. ചെങ്ങന്നൂരിലുള്ള പഴയ സുറിയാനി പള്ളിയാണ് ഹനുമാന്റെ രൂപം തറയിൽ കൊത്തിയിരിക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്രിസ്ത്യൻ പള്ളിയാണ് പഴയ സുറിയാനി പള്ളി, ചെങ്ങന്നൂരിലുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസമാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം രചിച്ചതാര്? ഓപ്ഷൻ ബി AR രാജരാജവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം രചിച്ചത് AR രാജരാജവർമ്മ. ഇനി എന്നാൽ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതായിരുന്നു? ഓപ്ഷൻ ഡി ഹാമിൽട്ടൺ ആയിരുന്നു. കാനഡയിലെ ഹാമിൽട്ടൺ ആയിരുന്നു പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഹാമിൽട്ടൺ, കാനഡ. അപ്പോൾ പ്രഥമ കോമൺവെൽത്ത് നടന്നത് 1930-ലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നതായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യകാല നാമമായിരുന്നു ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് സ്ഥാപകൻ ആരാണ്? ആഷ്ലി കൂപ്പറാണ് കോമൺവെൽത്ത് ഗെയിംസ് സ്ഥാപകൻ, ആഷ്ലി കൂപ്പർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അക്വാ ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡാണ്. അക്വാ ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അതുപോലെ സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. അതുപോലെ പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡും നൈട്രിക് ആസിഡാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ച് ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഓപ്ഷൻ ബി
ഫോസ്ജീനാണ് ക്ലോറോഫോം. വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവാതകമാണ് ഫോസ്ജീൻ. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച വാതകം ഫോസ്ജീനാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? ഓപ്ഷൻ സി ടൈറ്റാനിയമാണ്. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമേതാണ്? ടൈറ്റാനിയം. നമുക്കറിയാം ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമേത്? ടൈറ്റാനിയമാണ്. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. അതുപോലെ ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഇനി അതുപോലെ തന്നെ വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ടൈറ്റാനിയം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 32 ഇലക്ട്രോണുകളാണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32. അപ്പോൾ നമുക്കറിയാം ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ കെ എൽ എം എൻ ഇങ്ങനെയാണ്. ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ കെ എൽ എം എൻ ആണ്. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യമുണ്ട്. ഏതാണത്? നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. 2n² എന്നതാണ് സൂത്രവാക്യം. അപ്പോൾ എന്നിന് ഇവിടെ 1, 2, 3, 4 എന്ന നമ്പറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഷെല്ലിലും അടങ്ങുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ ഷെല്ലാണ്. എൻ എന്ന് പറയുന്നത് 1, 2, 3, 4 4ആണ് അപ്പോൾ നമ്പർ. അപ്പോൾ 4² എന്ന് പറയുന്നത് 16 ആണ്. 16 × 2 32. അപ്പോൾ ഈ രീതിയിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആറ്റത്തിൻ്റെ സബ്ഷെൽ ആകാൻ സാധ്യതയില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 3F ആണ്. ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ആകാൻ സാധ്യതയില്ലാത്തത് 3F ആണ്. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഷെൽ നമ്പർ ഒന്നുകിൽ KLMN അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് കൊടുക്കും. ഇനി അവയുടെ സബ് ഷെല്ലുകളാണ് SPDF. ഇങ്ങനെ പോകുന്നു SPDF. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 1 എന്ന് പറയുന്ന ഷെല്ലിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉണ്ടാവുകയുള്ളൂ, അതായത് S മാത്രമേ ഉണ്ടാവത്തുള്ളൂ. 2 എന്ന് പറയുന്ന ഷെല്ലിൽ 2 സബ് ഷെല്ലുകൾ ഉണ്ടാവും, അതായത് എസും പിയും ഉണ്ടാവും. 3 എന്ന് പറയുന്ന ഷെല്ലിൽ 3 സബ് ഷെല്ലുകൾ ഉണ്ടാവും, അതായത് എസും പിയും ഡിയും ഉണ്ടാവും. 4-നകത്ത് SPDF 4 ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന നോക്കുക. 3F എന്തുകൊണ്ട് ആൻസർ വന്നു? 3-കകത്ത് ആകെ 3 സബ് ഷെല്ലേ കാണാൻ സാധ്യതയുള്ളൂ. ഏതൊക്കെ? എസും പിയും ഡിയും, അതായത് 3Sഉം 3Pയും 3Dയും കാണാം, പക്ഷേ 3F കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ആൻസർ 3F വന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? ഓപ്ഷൻ എ 1s2 2s2 2p4 എന്നതാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2 2s2 2p4. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കാരണം ഈ ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8 ആണ് എന്നറിയാവുന്ന ആർക്കും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ബാക്കിയെല്ലാം തെറ്റാണ് തന്നിരിക്കുന്നത്. ബാക്കി ഒന്നും 8 വരുന്നില്ല. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലായ്പ്പോഴും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒരു 10 വരെയുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. 10 ആറ്റോമിക നമ്പർ ആയിട്ടുള്ള ഏതാണ്? നിയോൺ ആണ്. അപ്പോൾ നിയോണിൻ്റെ എങ്ങനെ വരും? 1s2 2s2 2p6. അപ്പോൾ ഇങ്ങനെയാണ് നിയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരിക. അപ്പോൾ ഇവിടെ 6 2 8 8 2 10. അപ്പോൾ ഇതാണ് നിയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇതിനകത്തുനിന്ന് എത്രയാണ്? 8 ആണെങ്കിൽ 2 എണ്ണം ഈ 2p6-ൽ നിന്ന് കുറവ് വരുത്തുക. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ? ഓപ്ഷൻ സി പ്രവൃത്തിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തിയുടെ ഒരു ഡിറൈവ്ഡ് യൂണിറ്റാണ്. നമുക്കറിയാം പ്രവൃത്തിയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. അതുപോലെ കലോറി പ്രവൃത്തിയുടെ യൂണിറ്റാണ്. അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 1 കലോറി എത്ര ജൂളാണ്? 1 കലോറി ഈക്വസ് 4.2 ജൂൾസ് ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി
തിയോഡർ മെയ്മാനാണ് ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. തിയോഡർ മെയ്മാൻ. ഇനി അതുപോലെ ലേസർ എന്നതിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗോൾഡൻ ഗ്ലൗഡ് ആണ്. ലേസർ എന്നതിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഗോൾഡൻ ഗ്ലൗഡ് ആണ്. ഇനി അതുപോലെ ലേസറിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ് ലേസറിൻ്റെ ഫുൾ ഫോം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവിയുടേതാണ്. തമ്പി വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പി ദളവിയുടെ യഥാർത്ഥ നാമമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വാഹനത്തിലെ റിയർ വ്യൂ മിററിൻ്റെ ഫോക്കസ് ദൂരം 0.8 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര? ഓപ്ഷൻ ബി 1.6 മീറ്റർ ആണ്. ഒരു വാഹനത്തിലെ റിയർ വ്യൂ മിററിൻ്റെ ഫോക്കസ് ദൂരം 0.8 മീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ 1.6 മീറ്റർ ആയിരിക്കും. നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചർ R = 2f ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ഫോക്കസ് ദൂരം അതിൻ്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് 0.8ൻ്റെ ഇരട്ടിയായ 1.6 മീറ്റർ നമ്മുടെ ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1928 പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1928 പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ലിയോൺ ഫുക്കാൾട്ട് ആണ്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ട്. അതുപോലെ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഫുക്കാൾട്ടാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. അതുപോലെ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടിയ വേഗത ശൂന്യതയിലാണ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വജ്രം. അപ്പോൾ അതുകൊണ്ട് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏത്? വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശൂന്യതയും. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1.25 കോടി മലയാളികൾ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഓപ്ഷൻ ബി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതിയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോണുകളാണ്. ടാക്കിയോണുകളെ കണ്ടുപിടിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി ECG സുദർശനാണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോണുകളെ കണ്ടുപിടിച്ച വ്യക്തി ECG സുദർശൻ. ഇനി പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫോട്ടോൺ ആണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോണുകൾ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ സത്ലജ് നദിയാണ്. ഭക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1935. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1968 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷമാണ് 1968. ഇനി അതുപോലെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധിയാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇനി അതുപോലെ തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെയാണ്. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ 1963. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് സ്വാതി തിരുനാൾ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത്?
ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളെയാണ്. സ്വാതി തിരുനാൾ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളെ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ സി ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ബാക്കി 2 ചലന ജഡത്വത്തിനാണ് ഉദാഹരണം. ഇനി അതുപോലെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നത്, നമുക്കറിയാം ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ യാത്രക്കാർ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ളപ്പോഴുള്ള ജഡത്വമാണ് നിശ്ചല ജഡത്വം. അപ്പോൾ ഈ ജഡത്വം ഉള്ളതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പിറകോട്ട് ചായുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഓപ്ഷൻ സി 5 വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലുള്ളത്. 5 വളയങ്ങളാണ്. അപ്പോൾ ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ, ശരിക്കും പറഞ്ഞാൽ 6 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. ആകെ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അന്റാർട്ടിക്ക ഭൂഖണ്ഡം ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഭൂഖണ്ഡം അമേരിക്കൻ ഭൂഖണ്ഡമാക്കി. അപ്പോൾ അങ്ങനെയാണ് 5 ഭൂഖണ്ഡങ്ങൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ ബി വീരേശലിംഗം പന്തലുവാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞത് വീരേശലിംഗം പന്തലു. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ വനിത ആര്? ഓപ്ഷൻ എ കൗമുദി ടീച്ചറാണ്. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ വനിതയാണ് കൗമുദി ടീച്ചർ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഇനി അതുപോലെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ അവസാന ഉപാധ്യക്ഷൻ ആരായിരുന്നു? മോണ്ടേക് സിംഗ് അലുവാലിയ ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ അവസാന ഉപാധ്യക്ഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.